كما سبق ومنذ سنين أن أكدنا استعدادنا لاستقبال كل باحث أراد الاطلاع على تلك الوثائق أو رؤية خصائص الشعر النبوي الشريف عن كثب، إلا أنه لم يأتنا أحد لهذا الغرض. وعندما سمعت بوجود المنكرين المخالفين للآثار النبوية الشريفة ولصحة نسبة الشعرة المباركة الموجودة عند فضيلة الشيخ أبي بكر أحمد في بلد تشرف بنور الإسلام في عهد سيدنا محمد صلى الله عليه وآله وصحبه وسلم، فاستفسرت عن هويتهم وانتسابهم، ثم راسلت زعيمهم عن طريق البريد الإلكتروني، أخبرته بأن مثل هذه الأمور والخلافات توجد الفتن بين المسلمين، ويجب علينا ونحن من بيوت علم عريقة أن نجلس ونتباحث في الأمر ونطلعه أو من يمثله على الأسانيد والوثائق التي بحوزتنا ليتبين الحق بدل تشتيت الصفوف. മറ്റൊരു കാര്യവും കൂടി നിങ്ങൾ ഗൗരവപൂർവ്വം കേൾക്കണം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല സംശയമുണ്ട് എങ്കിൽ അവരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടതായ എല്ലാ രേഖകളും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പലവട്ടം പറഞ്ഞിരുന്നു. പക്ഷേ എന്റെ ആ അഭ്യർത്ഥന മാനിക്കാനോ അത് ചെവിക്കൊള്ളാനോ ആരും തയ്യാറായില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീനുൽ ഇസ്ലാം വന്ന പുണ്യഭൂമിയാണല്ലോ നിങ്ങളുടെ കേരളം. ഈ കേരളത്തെ സംബന്ധിച്ച് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു വസ്തുത, ഫളീലത്തു ശൈഖ് അബൂബക്കർ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഞാൻ ആ പുണ്യ തിരുകേശങ്ങളിൽ നിന്ന് ഒരു കേശം കൊടുത്തപ്പോൾ, ഈ നാട്ടിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനുൽ ഇസ്ലാം എത്തിയ ഈ നാട്ടിൽ ആ തിരുശേഷിപ്പിനെ എതിർക്കാൻ, കാന്തപുരത്തെ ചീത്ത പറയാൻ കുറെ ആളുകളുണ്ട് എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞപ്പോൾ ഇവരാരാണ്, ഏത് പാർട്ടിക്കാരാണ്, ഇവരേത് വിഭാഗമാണ് എന്ന് ഞാൻ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ അവരുടെ നേതാവാരാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇമെയിൽ മുഖേന ഞാൻ അവരോട് ബന്ധപ്പെട്ടു. ഞാൻ ആ നേതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ അനുയായികളെ ഫിത്നയുണ്ടാക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു നിർത്തണം. ആ നേതാവിനോട് വ്യക്തമായി ഞാൻ പറഞ്ഞു, അനുയായികൾ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ അവരെ നിങ്ങൾ തടഞ്ഞു നിർത്തണം. ഇവരുടെ നേതാവിനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പക്ഷേ അദ്ദേഹം അതിന് ഒരക്ഷരം മറുപടി പോലും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. وتحقير الآثار النبوية الشريفة، إلا أنه لم يرد علي حتى هذه اللحظة لا إيجابا ولا سلبا، بل استمر أتباعه بالمهاترات وإحداث البلبلة كما سمعت. ومن باب النصح لجمع كلمة المسلمين وخدمة الآثار النبوية الشريفة، فإنني أؤكد اليوم تلك الرغبة، وأن بيتنا في أبو ظبي مفتوحا لاستقبال كل راغب للتبرك بالآثار النبوية الشريفة أو الاطلاع على الخصائص والتي هي عندي أهم وأبلغ من الأسانيد، وكذلك الاطلاع على الأسانيد والوثائق لأهل العلم والباحثين. തിരുശേഷിപ്പുകളെ നിന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ അനുയായികൾ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ, മുസ്ലിമീങ്ങളുടെ ഐക്യം നിങ്ങളുടെ അനുയായികൾ മുഖേന തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ആ നേതാവിനോട് പറഞ്ഞു, അനുയായികളെ കടിഞ്ഞാണിടുക, നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ എന്റെ വീട്ടിൽ വരിക എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാനിപ്പോഴും ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്, അബുദാബി എന്നത് ഈ ഭൂലോകത്ത് തന്നെയല്ലേ? അവിടെ വരെ നിങ്ങളൊന്ന് വരാൻ തയ്യാറാവുക. ഞാൻ ഇതിനു വേണ്ട
മുഴുവൻ രേഖകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് വളരെ വ്യക്തമായി. ഇത് സംബന്ധമായ മുഴുവൻ തർക്കങ്ങളും തീർക്കാൻ നിങ്ങൾ ആരെങ്കിലും മനസ്സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ വരണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ നേതാവോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ കാമ എന്നൊരു മറുപടി പറയാൻ തയ്യാറായില്ല. سيصدر كتابنا المسمى الآثار النبوية في الخزانة الخزرجية، وفيه كتاب الأربعين الخزرجية في بركة الآثار النبوية الشريفة، وسيحتوي الكتاب على جل الأسانيد والوثائق عبر الأزمنة المختلفة. ഈ രേഖകളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ടും ആരും വരാത്ത സ്ഥിതിക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഖസ്റജി ശേഖരത്തിലുള്ള മുഴുവൻ ആസാറുകളെ സംബന്ധിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ അൽ ആസാറുൻ നബവിയ്യ ഫിൽ ഖിസാനത്തിൽ ഖസ്റജിയ്യ, ഖസ്റജി ട്രഷറിയിലെ ഈ തിരുശേഷിപ്പുകൾ എന്നർത്ഥം വരുന്ന പുസ്തകം വളരെ അടുത്ത് തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ആ പുസ്തകത്തിൽ ഇൻഷാ അല്ലാഹ് ഈ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും രേഖകളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും കൂടി നിങ്ങളെ ഉണർത്തുന്നു.